गुरुब्रह्मा गुरुविष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः। हरिश्रीगणपतये नमः। अविघ्नमस्तु श्रीगुरुभ्यो नमः। श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम श्रीराभिराम जय श्रीराम राम योगाभिराम जय श्रीराम राम राम रावणान्तका राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रहं नमोस्तुते। नारायणाय नमो नारायणाय नमो നാരായണായ നമോ നാരായണായ നമോ. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കിൽ നിന്നരുൾ ചെയ്തു. ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാവഹരണം ചെയ്തിടുവരെന്നു തന്നെ സാരസാനനാകമലേശ്വരാധയാനിതേ. ഞാനൊന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേകാന്തസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജലത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കു മുന്നമേകനായനാനന്ദനായി ലോകകാരൻ വികൽപ്പോപാധിരഹിതൻ തന്നെ മായ തനിക്കാശ്രയഭൂതനായി തന്നെ ശക്തിയെന്നു പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുപരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം. ധിമവാമാവൃകൃതമെന്നു പരിനിഷദ്വാസാൽ മായാദേവിയെ മൂലപ്രകൃതി എന്നു ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്നു ചൊല്ലും വിദ്വന്മാരവിദ്യയെന്നു പറയുന്നല്ലോ. ശക്തിയെ പലതരം പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹതത്വമെന്നല്ലോ ചൊല്ലു. നിന്നുടെ നിയോഗത്താൽ മഹതത്വത്തിങ്കലെന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുര. മഹതത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താപസമെന്നീ വണ്ണം വേദ്യമായി ചമചിതു മൂന്നുമെന്നറിഞ്ഞാലും താപസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമി പൂർവ സ്ഥൂല പഞ്ചഭൂതങ്ങളും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായി ഇന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സ്വാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു. മൂസൂത്രരൂപകം ലിംഗം ഇവറ്റിങ്കിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്ന് ദിവ്യനാം വിരാട് പുരുഷനും ഉണ്ടായതെന്നു കേൾപ്പൂ. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷാദിര്യഗോതിജാതികൾ ബഹു സാവരാജംഗമൗഘ പൂർണ്ണമായുണ്ടായി വന്നു തന്മഹാഗുണങ്ങളെ മുന്നമാശ്രയിച്ചല്ലോ. ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനും ഉണ്ടായി വന്നു ലോകസൃഷ്ടിക്കു രജോ ഗുണമായി ആശ്രയിച്ചല്ലോ. ലോകേശനായ ദാതാതാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു. രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതങ്ങളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകനവ്യയനല്ലോ നാഥ.
യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചുമായ തന്നെ തന്മൂലം ഗുണവാനെപ്പോലെയായിതു ഭവാൻ. തന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ ദിവ്യയും അവിദ്യയും എന്നുള്ള ഭേദാക്കിയ വിദ്യയല്ല വിദ്യയെന്നല്ലോ ചൊല്ലൂ നിവൃത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം നിവൃത്തി നിരതന്മാരെന്ന ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളോ ദിവ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്ന വശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസേകതരാന്മാരായ ജനങ്ങളെ വിമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞാന്മാർ. തന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കോ നിർമ്മലമായ വിദ്യ തന്നെ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് ദിവ്യയുണ്ടാകുന്നതും ജറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ തൽഭക്തി സമ്പന്മാരായുള്ളവരേകാന്തമുക്തന്മാരേതും സംശയമോർത്താൽ ത്വൽഭക്തി സുധാഹീനന്മാരുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. രാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മരാമ കാരുണ്യാമൃതസിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവാൻ ധരാപതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും. അജ്ഞാനജ്ഞാനവും സദ്ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വിഗതേഷണന്മാരായി സദാ ത്വദ്ഭക്തന്മാരായി അഖിലാകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടും സമന്മാരായി നഷ്ടസംഗമന്മാരും സന്യസ്ത കർമ്മങ്ങളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൻ പരമാത്മാരായി ശിഷ്ടാചാരൈകപരായണന്മാരായി നിത്യം യോഗാർത്ഥം നിയമാദിസമ്പന്നന്മാരായ ഏകാന്തേ ശമതയമസാധനയുക്തന്മാരായി സാധുക്കളവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽക്കഥാശ്രവണേന രതിയുണ്ടാം. തൽക്കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. ജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിങ്കൽ നിന്നതെല്ലാം. ആകയാൽ ത്വൽഭക്തിയും നിങ്കലെ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കേണമേ ദയാനിധേ. ത്വൽപാദാംബജികളിൽ ത്വൽഭക്തന്മാരിലും എന്നുൾക്കൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകേണം എന്നല്ലോ സഫലമായി വന്നതോ മമ ജന്മം. ഇന്നു നൽകൃതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നിതോ മന്നേത്രവും. സീതയാം സാദ്രം ഹൃദി വസിക്ക സദാ ഭവാൻ. സീതാവല്ലഭ ജഗന്നായക ദയാരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട. നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുദേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജമ്പാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ വാചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഗൺഗത്തോടും ആനന്ദവിവശനായി പിന്നെയുമരുൾ ചെയ്താൽ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായിടേണം വൈകിടാതെ.